ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസ് ആണ് കേട്ടോ. എനിക്കല്ല, മക്കൾക്ക്. എനിക്ക് ഞാൻ ഓട്സ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. സവാളയ്ക്ക് മാത്രം കേട്ടോ. ന്യൂഡിൽസിൽ പിന്നെ ഉപ്പുണ്ടാവുമല്ലോ, ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആ സവാള ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഞാൻ 2 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഒന്ന് ചിക്കി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ് ന്യൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടോ. പിന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ ആ ഒരു കടായിലേക്ക് തന്നെ നമുക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അടച്ചു വെച്ചു. ഇതാ ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും വെന്ത് കിട്ടൂല. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഇതിൽ വെള്ളം ഏറിപ്പോയോ ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ മസാല ഉണ്ടാവുമല്ലോ, ആ ഒരു മസാല ഒരു 2-3 പാക്കറ്റ് അതും ഇട്ട് കൊടുത്തു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതും അതിൽ ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഞാൻ ഓട്സ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ ഇതാ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചായക്ക് പകരം റാഗിയാണ് ഉണ്ടാക്കിയത്. റാഗി കൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കൂലേ, അതേപോലെ കേട്ടോ, കുറച്ച് ലൂസായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ റാഗി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, ബ്ലഡൊക്കെ കൂടാനും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്സൊക്കെ നമ്മൾ പാലിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പം ആയിട്ടുണ്ട്, കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയൊരു കഷ്ണം സവാളയും കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തു. ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. ഇനി മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ഇത് അരച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നെയ്യോ ഓയിലോ എന്ത് വേണേലും തടവി കൊടുക്കുക. കുറച്ച് നെയ്യാണെങ്കിൽ ഹെൽത്തി ആവും. പിന്നെ ഇതേപോലെ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ചുറ്റിച്ചെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഒന്ന് തടവി കൊടുക്കട്ടോ, എന്നിട്ട് തിരിച്ചു ഇട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് കറി ഇല്ലെങ്കിലും കഴിക്കട്ടോ, നമ്മൾ ഇഞ്ചിയും അതേപോലെ സവാളയൊക്കെ ചേർത്തല്ലോ.